ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ക്വയറ്റ് പ്ലേസ് സിനിമകളുടെ പ്രീക്വലായ ക്വയറ്റ് പ്ലേസ് ഡേ 1 ആണ്. ജോൺ ക്രസിൻസ്കിയുടെ ക്വയറ്റ് പ്ലേസ് സിനിമകളുടെ ഒരു പ്രീക്വലാണ് ഈ സിനിമ. ഏലിയൻ ഇൻവേഷൻ സിനിമ ആയതുകൊണ്ട് തന്നെ ആ ഏലിയൻ അറ്റാക്ക് ചെയ്യുന്ന ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ആ മൊമെൻ്റ് ആണ് ഈ സിനിമയിൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡേ 1 എന്ന ടൈറ്റിലും. ഏലിയൻസ് ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് പാർട്ട് 2 ചെറുതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ളൊരു പ്രീക്വൽ ഈ സിനിമയാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ ഏലിയൻസ് അറ്റാക്ക് ചെയ്യുമ്പോഴുള്ള ഇവൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓസ്കാർ വിന്നറായ ലുപ്പിറ്റ നിയാഗു, ജോസഫ് ക്വിൻ, ഡിജ്മൻ ഹോൺസു എന്നിവരാണ് പ്രധാന വേഷത്തിൽ വരുന്നത്. ജോസഫ് ക്വിൻ ആരാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല. ഈ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 4 ഫാൻ ഫേവററ്റ് കഥാപാത്രമായ എഡ്ഡി മൻസനായി വരുന്നത് പുള്ളിയാണ്. ഇവരോടൊപ്പം ഒരു പൂച്ചയും കൂടെ ഒരു പ്രധാന റോളിൽ വരുന്നുണ്ട്. ഗംഭീര ഓപ്പണിംഗ് സീക്വൻസ് ആണ് സിനിമയുടേത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റീവൻ സ്പീൽബർഗിന്റെ വാർ ഓഫ് ദി വേൾഡ് സിനിമ ഓർമ്മ വരും. ആ ഒരു വൈബ് തന്നെയാണ്. നമ്മളെ ശരിക്കും സിനിമയിലേക്ക് പിടിച്ചിരുത്തും ഈ ഒരു ഓപ്പണിംഗ് സീക്വൻസ്. ഈ ഏലിയൻ ഇൻവേഷനോടൊപ്പം തന്നെ ഹ്യൂമൻ ഇമോഷൻസിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു സിനിമയാണിത്. ഇവിടെയാണ് ലുപ്പിറ്റയും ജോസഫ് ക്വിന്നും ശരിക്കും പെർഫോം ചെയ്തിരിക്കുന്നത്. ലുപ്പിറ്റ നല്ല നടിയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ജോസഫ് ക്വിന്നിന്റെ പെർഫോമൻസ് എടുത്തു പറയണം. നല്ലൊരു ആക്ടർ ആകാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. മാത്രമല്ല പുള്ളിയുടെ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് പഴയ റോബർട്ട് ഡൗണി ജൂനിയറിനെ ഓർമ്മ വന്നു. സ്ട്രേഞ്ചർ തിങ്സിലെ പോലെ തന്നെ ഓർത്തിരിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് ഇവിടെയും. ഇവരുടെ ഫ്രണ്ട്ഷിപ്പും ആ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങുമാണ് സിനിമയുടെ മെയിൻ ഫോക്കസ്. സോ ക്ലൈമാക്സിലെ സീൻസൊക്കെ അവരുടെ ആ ഒരു പെർഫോമൻസ് കൊണ്ട് ആ ഒരു ഇമോഷണൽ വെയിറ്റ് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അതേപോലെ ലുപ്പിറ്റയുടെ ആ പെറ്റായിട്ട് വരുന്ന ആ പൂച്ചേനെയും വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ആ പൂച്ചയെ കൊണ്ട് അഭിനയിപ്പിച്ചു എന്നുള്ളത് എനിക്ക് വണ്ടർ അടിച്ചു പോയി. ഈ അവർ തമ്മിലുള്ള സീൻസ് കണ്ടപ്പോൾ പെട്ടെന്ന് ഐ ആം ലെജൻഡ് സിനിമ ഓർമ്മ വന്നുപോയി. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമ മാത്രമല്ല, മറിച്ച് ഒരു ഹൊറർ സിനിമ കൂടെയാണ്. സോ ആ ഒരു മൂഡ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 1-2 ജംപ് സ്കെയർസ് ഉണ്ട്, അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുമുണ്ട്. കിഡിലൻ സൗണ്ട് ഡിസൈനാണ് സിനിമയുടേത്. അത് എക്സ്പ്ലോഷൻ സീൻസിലായാലും അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടുള്ള ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന സീൻസിലായാലും നമുക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റും. സോ നിങ്ങൾ കാണുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തിയേറ്ററിൽ അത് കാണാൻ ശ്രമിക്കുക. അതല്ല പ്രിൻ്റ് ഇറങ്ങുമ്പോൾ കാണാനിരിക്കുകയാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കാണാൻ ശ്രമിക്കുക. ഈ സെറ്റ് ഡിസൈനും ആർട്ട് ഡയറക്ഷനും വളരെ നല്ലതായിരുന്നു. ഈ ഒരുപാട് സിനിമകളിൽ ഈ വലിയ സിറ്റികളിൽ ഏലിയൻ ഇൻവേഷൻ കാണിക്കുന്നത് കണ്ട് നമ്മൾ മടുത്തതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുന്ന ചില സീൻസും ഫ്രെയിംസും ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി മഴയത്ത് സെറ്റ് ചെയ്തൊരു സീക്വൻസ് ഉണ്ട്, അത് ഗംഭീരമായിരുന്നു. പാർട്ട് 3 അല്ലെങ്കിൽ ഇനി ഇറങ്ങാൻ പോകുന്ന ലാസ്റ്റ് പാർട്ടിലേക്ക് ഒന്നും ടീസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഹിൻഡ് ഇവിടെ തന്നിട്ടില്ല. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതൊരു സ്പിൻ ഓഫ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ലോൺ സിനിമയായിട്ട് നമുക്ക് കാണാനും എൻജോയ് ചെയ്യാനും പറ്റും. ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത് ഈ ഏലിയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും ഇവിടെയും പറഞ്ഞിട്ടില്ല. ഈ ക്രീച്ചേഴ്സ് വന്നു, അറ്റാക്ക് ചെയ്തു, ചിലർ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രമാത്രം. പിന്നെ ലോജിക്കലായിട്ടുള്ള ചില ഡൗട്ട്സ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യും, എസ്പെഷ്യലി ആ പൂച്ച വെച്ചുള്ള കുറേ സീൻസ് കാണുമ്പോൾ. പിന്നെ ചിലർക്ക് ഇതിനകത്ത് ഇടയ്ക്ക് വരുന്ന കുറച്ച് സീൻസ്, അതായത് ഡയലോഗ്സ് ഇല്ലാതെ അവർ സൈലൻ്റായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് സീൻസുകൾ അല്പം ലാഗ് ഫീൽ ചെയ്യിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഓവറോൾ പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് ലോൺ സിനിമയെ കാണാവുന്ന ഒരു മികച്ച സയൻസ് ഫിക്ഷൻ ഹൊറർ സിനിമ തന്നെയാണ് ക്വയറ്റ് പ്ലേസ് ഡേ 1. ആക്ഷനും ഹ്യൂമൻ ഇമോഷനും ഒരുപോലെ ബ്ലെൻഡ് ചെയ്ത് ഒരു മികച്ച സിനിമ തന്നെയാണത്. ഡെഫിനറ്റ്ലി ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യും. ക്വയറ്റ് പ്ലേസ് സിനിമകളിലെ ഒരു മികച്ച എൻട്രി തന്നെയാണത്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ക്വയറ്റ് പ്ലേസ് ഡേ 1. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടന്റ് കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.